ഇന്നൊരു യാത്ര പോവാണ് മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക്. അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കാരണം നാളെ ഞങ്ങൾക്ക് കോളേജ് ഫെയർവെല്ലും പിറ്റേ ദിവസം കോൺവെക്കേഷനൊക്കെയാണ്. കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടി കണ്ടിട്ട് കുറേ മാസങ്ങളെ. പിന്നെ കോൺവെക്കേഷനായ കാരണം വീട്ടുകാരും വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അവരുടെ കൂടെ തന്നെ ബാംഗ്ലൂർ കാണാൻ വേണ്ടി അപ്പാപ്പനും അമ്മാമ്മനെയും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോളേജ് ഫെയർവെല്ലൊക്കെ ആയ കാരണം നേരത്തെ കൂട്ടി ബസ്സൊക്കെ ബുക്ക് ചെയ്തപ്പോൾ മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരത്ത് നിന്നുള്ള യാത്ര ഒറ്റയ്ക്കാണ്. കാരണം എൻ്റെ കോളേജിൽ നിന്ന് മംഗലാപുരത്ത് ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമുള്ളൂ. രാവിലെ 6:30-ക്കാണ് ബാംഗ്ലൂർ നമ്മൾ ടൈം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്തുന്നത്. ബാംഗ്ലൂർ എത്താറായി. ഇപ്പോൾ ഓൾഡ് മദ്രാസ് റോഡിലൊക്കെ എത്തി. ഇവിടെ നിന്ന് ഇനി അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അതിരാവിലെ ബാംഗ്ലൂരിലെത്തി. നല്ല തണവുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാറുണ്ട്. ഒരു 10-800 മീറ്റർ നടക്കാനുണ്ട് മടിവാള സെൻറ്റ് ജോൺസ് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ചായിരിക്കും ഇനി കോളേജിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊരു PG എടുക്കണം നിൽക്കാനായിട്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനിവിടെ എവിടെയോ ഉണ്ട്. അങ്ങനെ അവനെ കണ്ടുകിട്ടി. ഒരു ഹായ് പറയൂ ബ്രോ. അങ്ങനെ നമ്മൾ മടിവാള സെൻറ്റ് ജോൺസിൽ നിന്ന് കൊടതി ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കാരണം അവിടെയാണ് നമ്മുടെ പഴയ PG GSS ലൈറ്റ്. അവിടെയാണ് നമ്മൾ അക്കോമഡേഷൻ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പതിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിപ്രോ ഗേറ്റൊക്കെ എത്തി. നമ്മുടെ കൊടതിയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. നമ്മൾ PGയിലത്തെ ഫുഡ് മോശമാകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ അടിക്കാറ്. ഇവിടുത്തെ ലാൽസ് കിച്ചണും അമ്മാമ്മസൊക്കെ ആയിരുന്നു നമ്മുടെ തട്ടകം. അങ്ങനെ ഒരു 4-5 മാസത്തിന് ശേഷം വീണ്ടും കൊടതി ഗേറ്റിലേക്ക് എത്തി. ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. കാരണം 1-1.5 വർഷം മുഴുവൻ ഈ ഏരിയയിൽ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേയും ഫുഡും വൈകുന്നേരത്ത് നടക്കാൻ പോക്കും എല്ലാം. അങ്ങനെ നമ്മുടെ GSS ലൈറ്റ് PGയിൽ നമ്മളെത്തി. നമ്മളൊരു 8 മാസം ഇവിടെ തന്നെയായിരുന്നു മൊത്തം ഫുൾ ഗ്യാങ്. നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഒന്ന് ഉറങ്ങണം. അങ്ങനെ ഉച്ചത്തുറക്കത്തിന് ശേഷം നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം സ്ഥലം ലാൽസ് കിച്ചണിലേക്ക് വന്നേക്കും. ഇവിടെ ലാൽസ് കിച്ചൺ തുറന്നിട്ടാ. അതേ അയാളല്ല നിൽക്കണത്. മൊത്തത്തിൽ ഏരിയ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓടക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഫെയർവെൽ പരിപാടികൾക്കൊക്കെ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി കോളേജിൽ പോകണം. ഫുൾ ടീം അവിടെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ച കോളേജ് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ISME കാണുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. എന്താ മക്കളെ, അങ്ങനെ കുറേ കാലത്തിന് ശേഷം കോളേജിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ പോവാണ്. നമുക്ക് എന്തോ രജിസ്ട്രേഷൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. നാളെ കോൺവെക്കേഷനൊക്കെ ആയി കാരണം സെക്ഷൻ ബിയിലാണെന്നാണ് ആയുഷ് പറയുന്നത്. നമ്മളവിടെ ഒന്ന് നോക്കിയിട്ട് വരും. ഞാനങ്ങനെ പോയപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും അങ്ങനെ കണ്ടില്ല. കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഓണത്തെ വേയായിരുന്നു. ഇന്നത്തെ മീൻ ടൈം നമുക്ക് എൻ്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ISMEയുടെ നമ്മുടെ സെക്ഷൻ C. എൻ്റെ MBA സ്റ്റാർട്ടിങ്ങിൽ 1 വർഷം മുഴുവൻ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ISMEയുടെ ഏറ്റവും ഫേവററ്റ് ക്ലാസ് റൂം തന്നെയാണത്. എന്താണ് കണക്ടിങ് മൊമെന്റ്സ് ബ്രോ. Good bro. Badovadi. Tell Badovadi. अभी आओ भाई.
കാലത്തെ കുറേ മെമ്മറീസ് കാണിക്കുന്ന പിക്ചേഴ്സൊക്കെ കാണിക്കുന്നത്. അത് കേട്ടിട്ട് ഞാനും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്നു, എന്ത് പെട്ടെന്നാണ് ഈ ഒരു 2 വർഷം കടന്നു പോയത്. ചുറ്റും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു പ്രത്യേക മൊമെൻ്റാണ്. നമ്മളൊന്ന് ചില്ലാക്കാനാണെന്നുണ്ട് ജൂനിയേഴ്സിൻ്റെ വക കുറച്ച് ഡാൻസ് പരിപാടികൾ. കോളേജിലത്തെ ഒഫീഷ്യൽ ഫെയർവെൽ പരിപാടിയൊക്കെ ഏതാണ്ട് കഴിയാറായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൈറ്റിൽ പബ്ബിൽ പോയാലോ എന്നുള്ളൊരു ഐഡിയ ഒരാൾ കൊണ്ടിടുന്നത്. അങ്ങനെ കുറേ നേരത്തെ ചർച്ചകൾക്ക് ശേഷം പബ്ബിൽ എന്തായാലും പോകാമെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പം തന്നെ കിട്ടിയ റാപ്പിഡോയിൽ നമ്മളെല്ലാവരും പബ്ബിൽ അങ്ങനെ എത്തി. അങ്ങനെ പബ്ബിലെത്തി. ഇനി എന്താ പരിപാടി? അർമാദം. അങ്ങനെ ഫെയർവെൽ ഡേ കഴിഞ്ഞു. അടുത്ത ദിവസം കോൺവക്കേഷൻ ആയതുകൊണ്ട് ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് മജസ്റ്റിക്കിലേക്ക് പോകണം രാവിലെ തന്നെ. അപ്പോൾ 5 മണിക്ക് തന്നെ റെഡിയായി. സിദ്ധാർത്ഥൻ്റെ ഫാമിലിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ റാപ്പിഡോയിൽ പോകാൻ തീരുമാനിച്ചു. 2 പേരും കൂടി റാപ്പിഡോയിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മെജസ്റ്റിക് KSR റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി അവരെ കണ്ടുപിടിക്കണം. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ വന്നത്, പക്ഷെ അവർ കുറച്ച് നേരത്തെ വന്ന കാരണം അവർ 10ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കിട്ടി. അവരെ പൊക്കി നമ്മൾ പോവാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക്. ഈ യാത്രയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാപ്പനും അമ്മാമ്മയും വരുന്നുള്ളതാണ്ടാവും. കാരണം അവർ 10-30 വർഷത്തിന് ശേഷമാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് സ്പെഷ്യലാണ് നമുക്ക്. സമയം അത്യാവശ്യം ലേറ്റായ കാരണം കിട്ടിയ റാപ്പിഡോ വിളിച്ച് നേരെ അപ്പനും അമ്മേനെയും കൊണ്ട് കോളേജിലേക്ക് അങ്ങോട്ട് പോകും. കാരണം 9:15 ഫുൾ പരിപാടി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Like a dream coming to life, we live for moments like this. We come alive in moments like this. In moments like this. I try to take a breath, thoughts racing through my head. I try to capture it, but a picture can't hold what a heart is feeling. I just wanna stop the world from spinning, slow it all down for a minute, so that I can take it in. I can take it in. Here we are, on top of the stars, never